രാവിലെ എല്ലാവരും ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുമ്പോൾ ഡെയിലി തേങ്ങാ ചട്നി കഴിക്കുമ്പോൾ വിചാരിക്കും ഒരു ചേഞ്ചിന് വേണ്ടി ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം എന്ന് നമ്മൾ വിചാരിക്കില്ലേ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണൂ. ഓക്കെ, എൻ്റെ വീഡിയോസ് കാണണേ. അപ്പം നമുക്കൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, 2 പച്ചമുളക്, ടൊമാറ്റോ രണ്ട് ടൊമാറ്റോയ്ക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയില വേണം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച്, കൂടുതൽ എടുക്കണ്ട കുറച്ച്, പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ താളിക്കാൻ വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി, വറ്റൽമുളക്, കടുക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് താളിക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇതിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ താളിക്കുമ്പോൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പം എണ്ണ ഒഴിച്ച് കടലപ്പരിപ്പിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി, നല്ലതായിട്ട് ഒരുപാട് അങ്ങ് മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വെന്ത് ഒന്ന് വഴണ്ട് വരണം, അത്രയും നമ്മൾ ഇതിൽ ഇട്ടേക്കണം. കണ്ടോ, തീ കുറച്ചിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് വേവണം. ഉള്ളി നമുക്ക് അതേപോലെ ഇട്ടാൽ മതി. ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് അരയ്ക്കേണ്ടതാണ്. അപ്പം നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി വീണ്ടും വഴറ്റിയെടുക്കുക. ഇത്രയും വഴറ്റിയാൽ മതി. കണ്ടോ, ഈ വഴറ്റിയത് നമ്മൾ മിക്സിയിലോട്ടിട്ട് ഇടുക. അത് ചൂടാറിക്കഴിഞ്ഞാൽ അരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഞാൻ മുമ്പേ കാണിച്ചില്ലേ, കുറച്ച് ക്യാരറ്റ് ഇടുക, കുറച്ച് മല്ലിയില അരിഞ്ഞതിടുക, കുറച്ച് ശർക്കര ഇടുക. ശർക്കര വളരെ കുറച്ച് ശർക്കര. അത് അധികം മധുരം പാടില്ല, ജസ്റ്റ് ഈ ടൊമാറ്റോയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് മിക്സിയിൽ നല്ല പേസ്റ്റാക്കി അരയ്ക്കുക. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിലോട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. കടുക് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് ചെറുള്ളി ഇടാം, ഉണക്കമുളക് ഇടുക, ഓക്കെ. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ടൊമാറ്റോ ചട്നിയാണ് ഇത്. താളിച്ചൊഴിച്ച് ഇളക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് മല്ലിയില വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചപ്പാത്തിക്ക് ഒക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.